ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കാറുണ്ട്, നമ്മുടെ വാട്സപ്പിലുള്ള നമ്മുടെ ഫോട്ടോകൾ അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ആരോടെങ്കിലും നമ്മൾ വളരെ പേഴ്സണലായിട്ട് നമ്മൾ രഹസ്യമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞു പോകുന്നു. അത് എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക എന്നുള്ളത്, അതിനുള്ളൊരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ട്. പലർക്കും അത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുക, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വളരെ നല്ലപോലെ മനസ്സിലാക്കി കാണുക. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സെറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാം. എൻ്റെ ഒരു 1-2 ഫ്രണ്ട്സിന് കിട്ടിയ മുട്ടൻ പണിയാണ്. ഇവിടെ ചാറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിവിടെ ഓൺ ആണ്. ഇവിടെ ഓൺ ആണെങ്കിൽ ഉണ്ടാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഗാലറിയിൽ വന്നു നിൽക്കും. അത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അത് നമ്മുടെ സ്റ്റോറേജ് വളരെയധികം ഫുൾ ആക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനാണ് മീഡിയ വിസിബിലിറ്റി. അപ്പോൾ മീഡിയ വിസിബിലിറ്റി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഗാലറിയിലേക്ക് വരില്ല. പക്ഷേ ചില ആളുകൾക്ക് അത്യാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും എവിടെ വരണം, ഗാലറിയിൽ വരണം, അങ്ങനെ ചോദിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അവർ അയക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാലറിയിൽ വരും. അതാണ് ഒന്നാമത്തെ ഒരു പ്രശ്നം ഇതുകൊണ്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം ഇതൊന്നല്ല, അതിലും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട്, നമുക്ക് വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഞാനൊരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ അവരുടെ പേരിന്റെ മുകളിൽ നമുക്ക് അവരുമായിട്ട് വളരെ രഹസ്യമാണ്, അവരുടെ ഒരു കാര്യങ്ങളും നമുക്ക് പുറത്ത് ആരും അറിയരുത് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെയും ഉണ്ട് മീഡിയ വിസിബിലിറ്റി, അതാണ് പലർക്കും അറിയാത്തത്. അപ്പം ഇവിടെ ഈ മീഡിയ വിസിബിലിറ്റി ഇവിടെ നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് യെസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ചാറ്റ് ലോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്താൽ പോലും ഇവിടെ എന്താണ് മീഡിയ വിസിബിലിറ്റി യെസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് എന്ത് ചാറ്റുകൾ, എന്ത് രഹസ്യങ്ങൾ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴും അവർ വീഡിയോ നമുക്ക് അയക്കുമ്പോഴും ഫോട്ടോ അയക്കുമ്പോൾ കണ്ടില്ല, ഇതേപോലുള്ള വാലന്റൈൻസ് ഡേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കുന്ന സമയത്ത് അത് നേരെ ഗാലറിയിലേക്ക് വരാനും ബാക്കിയുള്ള ആളുകൾ നമ്മൾ ഇവിടെ ഈ വ്യക്തിയുമായുള്ള കാര്യങ്ങൾ ചാറ്റ് ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഗാലറിയിൽ വന്നിട്ട് ബാക്കിയുള്ളവർ മുഴുവൻ കാണുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ചാറ്റ് ലോക്ക് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ മീഡിയ വിസിബിലിറ്റി നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഇവിടെ മീഡിയ വിസിബിലിറ്റി താഴെ ഉള്ളത് യെസ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഏറ്റവും താഴേക്ക് നോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന അവരയക്കുന്ന വീഡിയോസ്, ഫോട്ടോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗാലറിയിലേക്ക് വരില്ല. അതേ സമയത്ത് നമ്മുടെ മെയിൻ സെറ്റിംഗ്സിൽ പോയിട്ട് അത് യെസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും അയക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളൊക്കെ നമ്മുടെ ഗാലറിയിലേക്ക് വരും. ഇത് നമുക്ക് രഹസ്യമാക്കിയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് പല ഫ്രണ്ട്സിനും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ഓപ്ഷൻ കാണിച്ചു തരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാറ്റ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ആ ചാറ്റ് ലോക്കിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഈ ചാറ്റ് ലോക്ക് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഈ ചാറ്റ് ലോക്കും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ രഹസ്യമായിട്ട് മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ വ്യക്തിയുടെ, ഏത് വ്യക്തിയുമായിട്ടാണ് നമുക്ക് രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ചാറ്റ് ലോക്ക് കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇവിടെയുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് മീഡിയ വിസിബിലിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് ഗാലറിയിലേക്ക് ഫോട്ടോസ് എല്ലാം വരണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മീഡിയ വിസിബിലിറ്റി ഓൺ ചെയ്ത് വെക്കാം. പക്ഷേ നിങ്ങൾ രഹസ്യമായിട്ട് ആരായിട്ടാണോ ചാറ്റ് ചെയ്യുന്നത് അവരുടേത് ഓഫ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത്, ഇല്ലെങ്കിൽ മുട്ടൻ പണി കിട്ടും. ഞാൻ ഈ പറഞ്ഞു തന്നതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ചാറ്റ് ലോക്കിൽ നമ്മൾ ചാറ്റ് ലോക്ക് ചെയ്താൽ മാത്രം പോരാ, ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന മീഡിയ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ രഹസ്യങ്ങൾ, ഫോട്ടോകൾ അല്ലെങ്കിൽ വീഡിയോസ്, ഇങ്ങനെയുള്ള നമ്മുടെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗാലറിയിൽ വന്ന് ബാക്കിയുള്ളവർ കാണാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മുട്ടൻ പണി കിട്ടും. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.